എടാ നീ ഇത് എത്രാമത്തെ കളിയാ എന്റെ കൂടെ കളിച്ചിട്ട് പൊട്ടുന്നേ? നിനക്ക് നാണം ഉണ്ടോടാ? എത്ര കളി കളിച്ചാലും ഞാനല്ലേ ജയിക്കുന്നേ? എടാ നിന്റെ സെക്കൻഡിലേറ്റും MP40 മാക്സും പല ഗൺസും മാക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. കളിക്കാൻ അറിയണം, അതിലാണ് കാര്യം. എടാ നീ എന്തിനാടാ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നേ? എടാ നിനക്കറിയില്ലേ, എന്റേലാണെങ്കിൽ ഒരു പൊട്ടിയ ഫോണാടാ. ഇതിലാണെങ്കിൽ നന്നായിട്ട് കളിക്കാനൊന്നും പറ്റില്ലടാ. 2 GB റാം ഫോണല്ലേ, നേരെ ചൊവ്വേ കളിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടല്ലേ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റാത്തേ. അതിന് നീ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ ഫോണും പൊട്ടിയതാ, ഞാൻ കളിക്കുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട്. പിന്നെ ഞാനും 2 GB റാം ഫോണിലൊക്കെ കളിച്ചിട്ടുണ്ട്, അതും അടിപൊളിയായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തുവാ, എനിക്ക് കുഴപ്പമില്ല, നിനക്കെന്തോ എത്ര കുഴപ്പം? എടാ അത് നിനക്ക് മനസ്സിലാവില്ല. എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാ. എടാ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റാത്തത് ഈ ഫോണ് കാരണമാ, അല്ലാതെ എൻ്റെ സ്കില്ലിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഒന്ന് പോയടാ അവിടുന്ന്, കുറെ നേരമായി. എടാ നിന്റെ ഫോണിനേക്കാളും പൊട്ടിയ ഫോണിൽ കളിക്കുന്ന കുറെ പേരുണ്ട്. എടാ അവന്മാരൊക്കെ കളിക്കുന്ന നീ ഒന്ന് കാണണം. സോളോ വേഴ്സസ് സ്ക്വാഡൊക്കെ കളിക്കുന്നേ, നിനക്കത് പറ്റുമോ? എടാ കളിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ വെറുതെ ഫോണിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആയിക്കോട്ടെ, നിന്നോട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, പോരെ നിനക്ക്? എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നോട് എത്ര പേര് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എടാ നിന്റെ അക്കൗണ്ട് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പ്രോയാണെന്ന്, പക്ഷേ കളി കാണുമ്പോഴല്ലേ ന്യൂബാണെന്ന് അറിയുന്നേ. എടാ നാണം ഉണ്ടോടാ നിനക്ക്? എടാ എല്ലാവരും ഇത് പറയുവാടാ, എന്നോടാ പറയുന്നേ. അവന്മാരോടൊക്കെ ഞാൻ എന്ത് പറയാനാ, നീ ഒന്ന് പറഞ്ഞു തന്നേ. എടാ നിന്നോട് ഞാൻ എന്തോ പറയാനാ? എടാ നിനക്ക് അറിയില്ലേടാ എൻ്റെ ഇരിക്കുന്ന നല്ല ഫോണല്ലെന്ന്? അതങ്ങ് പറഞ്ഞു കൊടുക്കണം, അതിനെന്തോ ഇപ്പം? ഒന്ന് പോടാ, നിന്നേക്കാളും അലമ്പ് ഫോണിലാ അവന്മാര് കളിക്കുന്നേ, അപ്പോഴാ. എടാ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ നിന്നോട്? എടാ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിലോട്ട് വാ, എന്നിട്ട് ഈ ഫോണിൽ നീ ഒന്ന് കളിച്ച് കാണിക്ക്. ഇതിൽ നീ ഒരു മാച്ച് കളിച്ചിട്ട് ബുയ അടിക്കുവാണെങ്കിൽ നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. നിനക്ക് സമ്മതമാണെങ്കിൽ നീ പോര്. ഓ പിന്നെ നിന്റെ ഫോണിൽ കളിക്കാൻ ഞാൻ അവിടം വരെ വരാൻ പോവല്ലേ? ഒന്ന് പോയേടാ, എനിക്കതിൻ്റെ ഒരാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ നിന്റെ ഫോൺ പൊട്ടിയതാ മറിച്ചതാന്നൊക്കെ അല്ലേ നീ പറയുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഇരിക്കുന്ന ഈ ഒരു അക്കൗണ്ട് നീ സെയിൽ ചെയ്യടാ. സെയിൽ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കിട്ടത്തില്ലേ? ആ ഒരു പൈസക്ക് നീ നല്ലൊരു ഫോൺ അങ്ങ് വാങ്ങിക്ക്, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓ എടാ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ഈ ഒരു അക്കൗണ്ട് സെയിലാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ സെയിലാക്കാമായിരുന്നല്ലോ. പണ്ട് മുതലേ കളിക്കുന്ന അക്കൗണ്ട് അല്ലേ, അതുകൊണ്ടാ സെയിലാക്കാതെ വെച്ചേക്കുന്നേ. എടാ പിന്നെ ഇത് സെയിലാക്കിയിട്ട് എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. ആണോ? എടാ അങ്ങനെയാണെങ്കിൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ന്യൂബായിട്ട് തന്നെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. എടാ അതൊക്കെ പോട്ടെ, നമുക്കൊരു റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഓ ഞാനില്ലേ, നിന്റെ കൂടെ കളിക്കാൻ ഞാനില്ല. നിന്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കൂടെ ന്യൂബേന്ന് വിളിക്കും, അതുപോലത്തെ അവസ്ഥയാ. എടാ നീ ഒറ്റയ്ക്കങ്ങ് കളിച്ചാൽ മതി കേട്ടോ. പോയി കളിച്ച് പഠിച്ചിട്ടൊക്കെ വാടാ ന്യൂബേ, ഇറങ്ങി പോടാ ന്യൂബേ. ആഹാ അവൻ എന്നെ കിക്ക് ചെയ്ത് വിട്ടല്ലോ. എന്നാലും എന്തിനാ അവൻ എന്നെ കിക്ക് ചെയ്ത് വിടുന്നേ? എനിക്ക് നല്ല ഫോൺ ഇല്ലാത്തോണ്ടല്ലേ ഈ അവസ്ഥയൊക്കെ വരുന്നേ. അവനോടാണെങ്കിൽ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവനത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ ആരും കളിക്കാൻ കൂട്ടില്ലല്ലോ. എന്തവസ്ഥയാ, ഇനിയിപ്പോ ഒറ്റയ്ക്ക് തന്നെ കളിക്കാം, അതേ നടക്കൂ. ആഹാ ഇതാരാ വിളിക്കുന്നേ? ഇത് മറ്റേ ചെക്കനല്ലേ? ഹലോ ചേട്ടാ, എന്നെ മനസ്സിലായോ? എത്ര നാൾ കൊണ്ട് വിളിക്കുവോ ചേട്ടാ? ചേട്ടനാണെങ്കിൽ റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നല്ലോ, എന്ത് പറ്റി ചേട്ടാ? എവിടെയായിരുന്നു ഇത്രയും നാളും? ഒന്നുമില്ലടാ, ചുമ്മാ. ഫ്രീ ഫയർ ഒന്നും ഇപ്പൊ അങ്ങനെ കളിക്കാറില്ല, അതുകൊണ്ടായിരിക്കും. എന്തുവാ ഫ്രീ ഫയർ ഇപ്പൊ കളിക്കാറില്ലെന്നോ? ചേട്ടാ അതെന്താ ചേട്ടാ ഇപ്പൊ അങ്ങനെ ഫ്രീ ഫയർ കളിക്കാത്തെ? എന്ത് പറ്റി? ഒന്നുമില്ലടാ, ചുമ്മാ. കളിക്കാറൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ അധികം. ചേട്ടാ ഞാൻ റിക്വസ്റ്റ് ഇടുന്ന എന്തിനാണെന്നറിയോ? എൻ്റെ കൂടെ ഒരു മാച്ച് കളിക്കാൻ വേണ്ടിയാ. ചേട്ടൻ എൻ്റെ കൂടെ ഒരു മാച്ച് കളിക്കുവോ? ചേട്ടനാണെങ്കിൽ നല്ല അക്കൗണ്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഒന്ന് കളിക്കുവോ ചേട്ടാ? എൻ്റെ കൂടെ ഒന്നും ആരും കളിക്കില്ല ചേട്ടാ, കാരണം എനിക്ക് നല്ല അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ. പക്ഷെ എൻ്റെ കളി കാണുമ്പോൾ എല്ലാവരും എന്നെ പ്രോ എന്നാ വിളിക്കുന്നേ, അക്കൗണ്ട് കാണുമ്പോൾ ന്യൂബെന്നും വിളിക്കും. ആണോ? എടാ എനിക്ക് നേരെ തിരിച്ചാ. എൻ്റെ അക്കൗണ്ട് കാണുമ്പോൾ എല്ലാവരും എന്നെ പ്രോ എന്ന് വിളിക്കും, പക്ഷെ എൻ്റെ കളി കാണുമ്പോൾ എല്ലാവരും എന്നെ ന്യൂബെന്ന് വിളിക്കും. അതെന്ത് പറ്റി ചേട്ടാ? ചേട്ടനെ ആരാ ന്യൂബേന്ന് വിളിക്കുന്നേ? അതൊന്ന് പറഞ്ഞു തന്നേ. എടാ എൻ്റെ ഫ്രണ്ട് തന്നെ എന്നെ ന്യൂബെന്ന് വിളിച്ചിപ്പോ കളിയാക്കുന്നേ. അവനാണെങ്കിൽ ഇപ്പൊ എന്നെ കളിക്കാൻ പോലും കൂട്ടാറില്ലടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണ് നല്ലതല്ലടാ. എൻ്റെ ഫോണെല്ലാം പൊട്ടി പാളീസായ ഫോണാ, അതുമല്ല 2 GB റാമിൻ്റെ ഫോണാടാ. ഇതിലാണെങ്കിൽ ഫുള്ള് ലാഗും, കളിക്കാനൊന്നും പറ്റുന്നില്ലടാ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഇനിയിപ്പോൾ ന്യൂബേന്നാണ് വിളിക്കുന്നേ. അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ എൻ്റെ പ്രശ്നം എന്താണെന്ന്. അവർ വിചാരിക്കുന്നത് എനിക്ക് കളിക്കാൻ അറിയില്ലെന്നാ.
പക്ഷെ എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ ഫോണിന്റെ കുഴപ്പമാണെന്ന്. ആ ചേട്ടാ, എനിക്ക് മനസ്സിലാവും. ഞാനും ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്നവനാ. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഫോണുണ്ട്. ചേട്ടാ, ചേട്ടനെ ആരാ നൂബേന്ന് വിളിച്ച് കളിയാക്കുന്നേ? ആ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവാ, ഞാൻ അവൻ്റെ കൂടെ 1v1 കളിക്കാം. ആ ഒരു മാച്ചിൽ എന്തായാലും ഞാൻ ജയിച്ചിരിക്കും. ഇത് ഞാൻ ചേട്ടന് തരുന്നൊരു ഉറപ്പായിട്ട് കൂട്ടിക്കോ. ചേട്ടൻ ഒരു കാര്യം ചെയ്തു തന്നാൽ മാത്രം മതി. ചേട്ടൻ ഒരു കസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്നെ വിളിക്കുക, അവനെ വിളിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ചേട്ടാ, പിന്നൊരു കാര്യം, ആ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും കേട്ടോ, ബൈക്ക് ഇറങ്ങും കേട്ടോ. പിന്നെ ഞാൻ വരില്ല കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഈ ഒരു ഫ്രീ ഫയർ കളിക്കാനുള്ള സമയമുള്ളൂ. എന്നിട്ട് വേറെ കുറച്ച് പണിയുണ്ട്. ആടാ, അത് കുഴപ്പമില്ല. ഞാനിപ്പോ തന്നെ കസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അവനോടൊന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ കസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടേ നിന്നെ വിളിക്കാം. ഓക്കെ ചേട്ടാ. A few moments later. No, I don't take shit. I got no love for the fakeness. If you wanna play time, I'll always show up. I don't wanna slow up. No, I don't take shit. I got no love for the fakeness. If you wanna play time, wanna hate this, I'll always show up. Statement, I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. Statement, everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I can't better against people who like it. Being negative when you should be getting after it. I got facts over facts over tracks. Listen, that's so fast. I can roast, I can gas. Think I'm okay at that, but I don't know if that can erase all the past. And the pettiness of the legendary hilarious. You think you're worth my time? Delirious, mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got any myself. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Stop being incompetent. Mental health is confidence. Dreams of modestness. I'm not here to sit a bit. That's for you to take away. I could play a million mind games, but instead of six, not illogical. Something that's topical. Rub it on and watch it go. Yourself unstoppable. You're irresponsible, but they're always possible. Just believe you could be so remarkable. Thoughts in my head, a collage in this thread. I'll be great one day, going off in my head. No, I'm not giving up. No, I'm not. A few moments later. എടാ, ഇപ്പൊ ആരാടാ നൂബ്? നീ ആ ചെക്കൻ്റെ കൂടെ 7 മുട്ടയ്ക്ക് പൊട്ടിയില്ലേടാ? നാണം ഉണ്ടോടാ നിനക്ക്? എടാ, എനിക്ക് വേണ്ടി ആ പാവം ചെക്കൻ നിന്നോട് പ്രതികാരം വീട്ടിയതാ. ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ? എടാ, നിനക്ക് നാണമുണ്ടോ? നിനക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ നീ എന്തിനാ വല്ലോനെ വെച്ച് കളിപ്പിക്കുന്നേ? എടാ, എനിക്ക് കളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. എനിക്ക് കളിക്കാനൊക്കെ അറിയാം. ഈ ഒരു ഫോണ് കാരണമല്ലേ എനിക്ക് കളിക്കാൻ പറ്റാത്തേ. എടാ, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ആ ചെക്കൻ നിന്റെ കൂടെ കളിച്ചേ. അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാടാ നിന്റെ കൂടെ കളിച്ചിട്ട് നിന്നെ പൊട്ടിക്കുമെന്ന്. അതെന്തായാലും അവൻ ആ ഒരു വാക്ക് പാലിച്ചു. പോടാ നൂബേ, നിനക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ നീ എന്തിനാടാ വല്ലോനും വെച്ച് കളിപ്പിക്കുന്നേ? നാണം ഉണ്ടോടാ? പോടാ അവിടുന്ന്. വെറുതെ നാണം ഇല്ലാത്തവൻ, പോടാ. എടാ, നിനക്ക് ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളോ പറയാനായിട്ട്? കുറെ നേരമായല്ലോ. എടാ, എനിക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം. നല്ലൊരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ കളിക്കും. നീ കളിക്കാൻ അറിയില്ലെന്നൊന്നും പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിന്നോട് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ പൊട്ടിയതാ, എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല. നീ അത് പറഞ്ഞപ്പോൾ നീ പിന്നെയും എന്നെ നൂബേന്ന് വിളിച്ചൊക്കെ കളിയാക്കുമല്ലേ. ഇപ്പം ആ ചെക്കൻ്റെ കൂടെ 9 മുട്ടയ്ക്ക് പൊട്ടിയില്ലേടാ നൂബേ. ഇറങ്ങി പോടാ നൂബേ. ഇപ്പം തന്നെ നിന്നെ കിക്ക് ചെയ്ത് വിടാൻ പോവാ. എടാ, സോറിയടാ അളിയാ, കിക്ക് ചെയ്ത് വിടല്ലേ. സോറിയടാ, അറിയാതെ നൂബേന്ന് വിളിച്ചു പോയതല്ലേ. സോറിയടാ, കിക്ക് ചെയ്ത് വിടല്ലേ. ഇനി ഒരു ഡയലോഗ് നീ അടിക്കണ്ടാ. ഇറങ്ങി പോടാ അവിടുന്ന്. ഹോ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അവനെന്താ എല്ലാവരെയും കളിയാക്കുവാണല്ലോ. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. അവനോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. ഇനിയിപ്പം അവൻ്റെ കൂടെ ഉള്ള കൂട്ടെല്ലാം ഞാൻ അങ്ങ് നിർത്തി. ആ ചെക്കൻ്റെ കൂടെ ഇനിയും കളിക്കാം, അതാ നല്ലത്. വെറുതെ എന്തിനാ? ഞാൻ എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ ഒരു ഫോൺ എടുത്തിരിക്കും. അതെൻ്റെ വാശിയാ. ഫോൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കളിച്ചിട്ട് വേണം എന്നെ ഇതുവരെ കളിയാക്കിയവന്മാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട്.